ഇസ്രായേൽ-ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് ഉൾപ്പെടെയുള്ള മിഡിൽ രാജ്യങ്ങളിൽ വിമാന സർവീസുകൾ താറുമാറായി. നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തു. ഇറാൻ വ്യോമാതിർത്തി അടച്ചിട്ടതാണ് വ്യോമയാന ദുരന്തം രൂക്ഷമായത്. അതേസമയം വ്യോമാതിർത്തി അടച്ചിടുന്നത് ഇനിയും നീണ്ടുപോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്ക ഗൾഫിൽ വ്യാപകമാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ദുബായിയുടെ എമിറേറ്റ്സ് എയർലൈൻസ്, ഫ്ലൈ ദുബായ്, ഷാർജയുടെ എയർ അറേബ്യ, അബുദാബിയുടെ എത്തിഹാദ്, കുവൈറ്റ് എയർവേസ്, ബഹ്റൈൻ്റെ ഗൾഫ് എയർ ഉൾപ്പെടെ നിരവധി ഗൾഫ് വിമാന സർവീസുകളെയാണ് ഈ സംഘർഷം ബാധിച്ചത്. വെള്ളിയാഴ്ചയാണ് ഇറാൻ വ്യോമാതിർത്തി അടച്ചിട്ടത്. ഇതോടെ ഇറാഖ്, ജോർദാൻ, ലബനൻ, ഇറാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ വിമാന കമ്പനികൾ റദ്ദാക്കുകയായിരുന്നു. ഇതോടെ ദുബായ്, അബുദാബി, ഷാർജ എന്നീ വിമാനത്താവളങ്ങളിൽ നിരവധി വിമാന സർവീസുകൾ താളം തെറ്റി. അതിനാൽ യാത്രക്കാർ എയർലൈനുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. ദുബായിയുടെ എമിറേറ്റ്സ് എയർലൈൻ ഇറാഖ്, ജോർദാൻ, ലബനൻ, ഇറാൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചു. യാത്രാ അസൗകര്യം ഉണ്ടായതിൽ തങ്ങൾ ഖേദിക്കുകയാണെന്നും പുതിയ മാറ്റങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും എമിറേറ്റ്സ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം വ്യോമ അതിർത്തി ഇറാൻ അടച്ചിടുന്നത് ഇനിയും നീണ്ടുപോയാൽ കാര്യങ്ങൾ കൈവിട്ടുപോകുമോ എന്ന ആശങ്ക വ്യാപകമാണ്. US, യൂറോപ്പ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകളെയാണ് ഇപ്പോൾ കൂടുതലായി ഇത് ബാധിച്ചത്. ഇറാന്റെ ആകാശം വഴി പോകുന്നത് ഇനിയും തടസ്സപ്പെട്ടാൽ 1-2 മണിക്കൂറിലധികം വിമാനയാത്രയ്ക്ക് അധിക സമയവും അധിക ഇന്ധനവും ആവശ്യമായി വന്നേക്കാം. ഇത് ടിക്കറ്റ് നിരക്ക് വർധനയ്ക്ക് കാരണമാകുമോയെന്നും ആശങ്ക വ്യാപകമാണ്. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jayhind TV. An Elvis Chumar TV show. Middle East This Week. Middle East beyond the headlines.